പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരും, പ്രയാസങ്ങൾ കടന്നു വരും. ആമേൻ. തിരുമേശയുണ്ട്. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അതിനുവേണ്ടി ഒരുക്കപ്പെടുന്നവർക്കാണ് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. 2025 നമ്മുടെ നമ്മൾ ക്രമീകരിക്കപ്പെടാത്ത ശുശ്രൂഷയാണ്. സ്തോത്രം ചെയ്തു. ഒരുപാട് തിരക്കുകളുടെ പോയപ്പോൾ ആമേൻ ഉപവാസവും പ്രാർത്ഥനയൊക്കെ അന്യപ്പെട്ടു. ആമേൻ. അന്യപ്പെട്ടപ്പോൾ ചെറുതമ്മിൽ പിശാചൻ കയറി. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഇതിന്റെ പകൽക്കാലം പറയട്ടെ, ദൈവദിവസം നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആമേൻ ദൈവത്തെ ആരാധിക്കണം. സ്വന്തം ചെയ്തു അവർക്ക് ദോഷം സംഭവിക്കാൻ പിടിവിട്ട് കഴിഞ്ഞാൽ ഈ മധ്യസ്ഥത ഭയങ്കര വിഷയം. മധ്യസ്ഥത അതില്ലാതെ പോകുമ്പോഴാണ് പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ കൂമ്പാരമായി മാറുന്നത്. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. എന്ന് പറഞ്ഞാല് ആമേൻ സ്തോത്രം ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ കർത്താവ് നേതൃച്ചുകൊണ്ടേയിരിക്കും. ഒരു ആ കുടുംബത്തെ അല്ലെങ്കിൽ പ്രാർത്ഥന മധ്യസ്ഥനെ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ പ്രവേശിച്ചു. എല്ലാം അറിയാം. സ്തോത്രം ചെയ്യുന്നു. മധ്യസ്ഥത ഭയങ്കര വിഷയം. ദൈവാത്മ പറഞ്ഞ യെരമ്യാ യെഹെസ്കേലിനോട് പറഞ്ഞു, നീ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. യിരെമ്യാവ് എന്തോ ഒരു യെഹെസ്കേൽ പ്രവാചകൻ എന്തോ ഒരു ഭക്തന്മാരായ വലിയ പ്രവാചകന്മാരറിയുന്നു. യിരെമ്യാവ് ജനത്തിന് വേണ്ടി തിരിഞ്ഞു കിടന്ന് മോശിച്ച് പ്രാർത്ഥിക്കുന്നു, മറിഞ്ഞു കിടന്ന് മോശിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷെ കർത്താവ് നീ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യും, പ്രാർത്ഥിക്കരുത്. ആമേൻ. ആമേൻ. വെണ്ണീരിൽ ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം ചെയ്ത് ആമേൻ പ്രവാചകൻ ചെയ്തതായ ജനത്തിന് വേണ്ടി. പക്ഷേ ജനം വഴിതെറ്റി പോകുന്നു. ജനം ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. അതുകൊണ്ട് നീ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് പ്രാർത്ഥിച്ച ജനം ഓർത്ത് നോക്കി, പ്രവാചകനെല്ലാം അടിയും. ദൈവം പ്രാർത്ഥിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാലോ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഇത് പകൽക്കാലം പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ നിറഞ്ഞവരായിരിക്കാൻ കർത്താവ് നമ്മളെ അധികമായി സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവം ആമേൻ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്കുള്ളൊരു എടുത്തുകൊണ്ട് പറയുന്നത്, ആമേൻ, ഒരു സഭ എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ ഒരു പുസ്തകമല്ല. ആമേൻ. കുത്തി കെട്ടപ്പെട്ട ഒരു ആമേൻ അനുഭവമാണ്. തുറന്നു നടക്കുന്ന കിണമല്ല ദൈവസഭ, അത് അടയ്ക്കപ്പെട്ട സഭ. ദൈവസഭയ്ക്ക് കീഴ്പ്പെടലുണ്ട്, ശുദ്ധീകരണമുണ്ട്, വിശുദ്ധിയുണ്ട്, വേർപാടുണ്ട്, അനുസരണമുണ്ട്, വിധേയത്വമുണ്ട്. ഇതൊക്കെ ദൈവസഭയുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളാണ്. എന്നാൽ പകൽക്കാരൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരണം. ഞാൻ വിശുദ്ധനായ നിങ്ങളും വിശുദ്ധനായിരിക്കും. പരിപാടിയാണ്. ഇപ്പോഴൊക്കെ കുറച്ചുപേര് നമ്മളിപ്പോൾ സപ്പോർട്ട് പോലുമില്ലായിരുന്നു. ഒരു സഹകരണം പോലുമില്ലായിരുന്നു. ഒരു വാക്കുകളുടെ പ്രാർത്ഥിക്കാൻ പോലും ആരില്ലായിരുന്നു. എന്നാൽ ദൈവം തന്നിരിക്കുന്ന വിളി എന്ന് പറയുന്നത് ദൈവം തകർക്കാനാണ്, ദൈവം പണിയാൻ. ആമേൻ. സ്തോത്രം. എവിടെയാ കണ്ടിട്ടുണ്ട്? ആമേൻ. രണ്ടെണ്ണം പോയാൽ എവിടെയാ കരുതിയിട്ടുണ്ട്? ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒരാൾ പോയി പറഞ്ഞുകൊണ്ട് ലോകസുവിശേഷം മൊത്തം പറയപ്പെട്ടു പോകത്തില്ല. സ്തോത്രം. മാധ്യമത്തിൽ ഒരു സഹോദരല്ലോ ചുട്ടരിക്കപ്പെട്ട കർത്താവദാസൻ
വെള്ളിഗ്രാമല്ലേ? അവരെ മക്കളെയും ഭാര്യ ഭർത്താവിനെയും കാറാണ് ചുട്ടുപോകുന്ന ഒരു വ്യക്തി വർഷങ്ങൾക്ക് ശേഷം ജയിലെന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ഈ യേശു ക്രിസ്തുവിനെ സന്ദർശിച്ചതായി സ്വീകരിക്കുന്നു. ഞാൻ ഓടി നടക്കുന്ന വിഷയം സ്വന്തം ചെയ്തു. അദ്ദേഹം യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്തു? സ്വീകരിച്ചു. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ തന്നെ കുടുംബത്തെ മൊത്തത്തിനെ കഥിച്ചെങ്കിലും അവർ ആത്മാവിനെ അവർ നേടുവാൻ കർത്താവിനെ ഒരു ഗ്രഹം ചുട്ട് കഴിഞ്ഞു പോയെങ്കിലും വേറെ 9 കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. സ്തോത്രം. അല്പം വൈകിയെങ്കിലും അവൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. സ്തോത്രം. ഇതുവരെക്കാലം പറയട്ടെ, ദൈവം പതിവനാണ്, അത്ഭുതമന്ത്രിയാണ്, ഉയർന്ന ദൈവമാണ്. ഈ 44 അടി നീളത്തിൽ 30 അടി വീതിയിൽ സ്തോത്രം ചെയ്യുന്നു. ഒരു ഹോള് സ്തോത്രം 1400 സ്ക്വയർ ഫീറ്റില് സ്തോത്രം ഒരു ഓഫീസ് ബിൽഡിംഗ് കണ്ടാൽ തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാൻ ദൈവം അറിഞ്ഞിട്ടതാണ്. മനുഷ്യൻ കണ്ടിട്ടല്ലെന്ന് സ്തോത്രം. ചില വാതിൽ അടയുമ്പോൾ ഒരു മറുവാതിൽ നടക്കുന്ന കർത്താവ്, ഒരു ഗതി മാറ്റുമ്പോൾ ഒരു സാധനം തുറക്കുന്ന കർത്താവ്. പുറത്ത് നഷ്ടപ്പെട്ടാൽ അടുത്ത വലിയ പുറത്ത് വരാൻ ഒരു വീഴ്ച സ്തോത്രം ചെയ്യുന്നു. അനുഭവം നഷ്ടപ്പെട്ടു പോകത്തില്ല. സകലത്തിലെയും അവർക്ക് വന്നിട്ടുള്ള ഒരു അഭിഷേകത്തിന്റെ മടിയത്തിനുണ്ട്. ഇന്ന് പലക്കാരും പറയട്ടെ, ദൈവം തന്നെ ആക്കിയിരിക്കുന്ന ചില അത്ഭുതത്തിന്റെ കഥകളുണ്ട്. മോശയുടെ പണി മാന്ത്രിക പണിയൊന്നുമില്ല. സ്വത്രം ദൈവം 3 അത്ഭുതങ്ങളാ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം ഏർപ്പെടുത്തി. സ്വത്രം സ്തോത്രം ചെയ്തു. അവൻ ജനത്തെ ബോധ്യപ്പെടുത്താൻ മോശയിൽ കൂടി ചെയ്ത അത്ഭുതങ്ങൾ. സ്തോത്രം. അത് ചെറിയ അത്ഭുതങ്ങളൊന്നുമല്ല. വിശേഷിപ്പിക്കാൻ എപ്പോൾ പോകുന്നില്ലെങ്കിലും വേഗത്തിനെക്കുറിച്ച് തിരുമേശയുണ്ടല്ലോ. സ്തോത്രം ചെയ്യുന്നു. വായിച്ചു കേട്ടതായ വേദഭാഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ 1, 2, 3 വാക്യങ്ങൾ വേഗത്തിൽ നിന്ന് വായിച്ചാട്ടെ. സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാമല്ലോ, ദാവീദിന്റെ വൈഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗമേ സ്തോത്രം. നമ്മുടെ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും നീ എന്ത് ചെയ്യരുത്, മറക്കരുത്. സ്തോത്രം. സ്തോത്രം. അവിടെ ആ സംഘത്തിന്റെ പ്രധാനമായിരിക്കുന്ന ഒരു ഭാഗമാണ് അവന്റെ ഉപകാരങ്ങളൊന്നും നീ എന്ത് ചെയ്യരുത്, മറക്കരുത്. സ്വതം അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് പകൽക്കാലം പറയട്ടെ, അവന്റെ ഉപകാരങ്ങൾ മറന്നുപോയാൽ ഉപകാരങ്ങൾക്ക് പകരം കൊടുക്കും. ഇന്ന് പകൽക്കാലം മറന്നു പോകാതിരുന്നാൽ നീ ഓർത്തിരുന്നാൽ ദൈവത്തിന് നാം വിളിച്ചറിയിപ്പാൻ ഇന്ന് പകൽക്കാലം എഴുന്നേറ്റാൽ കർത്താവ് തന്നെ മാറി പ്രശസ്തനാണ്. ഇന്നലെ ദൈവത്തിനകത്ത് പരാജയങ്ങൾ കടന്നുകൊണ്ടിരിക്കുക, ഇന്ന് നഷ്ടങ്ങൾ കടന്നു വന്നവർക്ക് ഇന്നലെ കടന്നു വന്നിരിക്കുക. ദൈവത്തിന്റെ ഈ ആദ്യത്തെ ഈ പകുതിയിലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ കാര്യമുണ്ട്. ദൈവത്തിന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കാതെ ദൈവത്തിന് നന്ദിയുള്ളവരായി സ്തോത്രം ചെയ്യുകയാണ്. സാക്ഷിക്കുവാൻ സമയം ഏറ്റെടുത്തിട്ടുണ്ട്. വെളിപ്പെടുവാൻ സമയം ഏറ്റെടുത്തിട്ടുണ്ട്.
Praise the Lord. Hallelujah. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കാതെ സ്തോത്രം സ്തോത്രം. ആമേൻ. ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ചത്. പ്രിയമുള്ളവരെ, ആമേൻ. വിശ്വാസ ജീവിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്ത് പ്രതികൂലങ്ങൾ വരുമ്പോഴും അത് തിരിച്ചറിയാതെ കഴിവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. 16 വർഷം കൊണ്ട് ഇടയായിരിക്കുമ്പോൾ 16 വർഷം നയിക്കുന്ന ഒരാടിന്റെ അനുഭവങ്ങൾ എന്താണെന്ന് തീർച്ചയായും ഇവിടെ അറിയാൻ പറ്റും. ഇന്ന് പകൽക്കാലം പറയട്ടെ, നമ്മുടെ സ്പന്ദനങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റും. ഇന്ന് പകൽക്കാലം നീ മറന്നു പോകാതെ ദൈവത്തെ ഒന്ന് നന്ദിയോടെ ഓർക്കാൻ ഇന്നലെ ഉപകാരം മറന്നു പോകരുത്. നിനക്കൊരു ആരോഗ്യം തന്നത്, നിനക്കൊരു നന്മ തന്നത്, നിനക്കൊരു അഭിഷേകം തന്നത്, ഒരു വെളിപ്പാട് തന്നത് ആ ദൈവത്തിന്റെ ഉപകാരമാണ്. മറന്നു പോകരുത്. നിനക്കൊരു ഭവനം തന്നത്, നിനക്കൊരു വീട് തന്നത്, നിനക്കൊരു ആരാധന തന്നത്, നിനക്കൊരു വെളിപ്പാട് ശുശ്രൂഷുന്നത് ആ ദൈവത്തെ മറന്നു പോകരുത്. ഉപകാരങ്ങൾ മറന്നു പോകരുത്. നീ പട്ടുപോകേണ്ട സ്ഥാനത്ത്, കാല് വഴി വീട് പോകേണ്ട സ്ഥാനത്ത്, വഴിവെളിവിനാകേണ്ട സ്ഥാനത്ത് ദൈവം നിർത്തിയോ. ആ ഉപകാരം മറന്നു പോകരുത്. ഇത് പണിക്കാലം പറയട്ടെ, നീ മരണപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് മരണം മാറ്റിയ മറന്നു പോകരുത്. ആ ഉപകാരം മറന്നു പോകരുത്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ കൂടുതൽ പകലായിട്ട് മാറട്ടെ. ഇന്നലെ പകലുകളിൽ അനുഭവിക്കപ്പെടാത്ത വ്യത്യസ്ത അനുഭവങ്ങൾ വെളിപ്പെടാൻ പോകുന്നതാണ്. അവന്റെ ഉപകാരങ്ങൾ മറന്നു പോകാതെ ഈ ഉടനെ നിന്ന് എഴുതിച്ചു വരുന്നത് യഹോവയുടെ ഉപകാരമാണ്. നീ മറന്നു പോകരുത്. രണ്ട് കാല് വീർത്തു നടക്കുന്നത് യഹോവയുടെ കരമാണ്. അവന്റെ ഉപകാരത്തെ മറന്നു പോകരുത്. നീ കൈകൊട്ടി ആരാധിക്കുന്നത് യഹോവയുടെ ഉപകാരമാണ്. അത് ഭാഷ ആരാധിക്കുന്നത് അത് യഹോവയുടെ അനുഗ്രഹമാണ്. നീ മറന്നു പോകരുത്. മക്കളെ തന്നത് രണ്ട് യഹോവയുടെ അനുഗ്രഹങ്ങളാണ്. അത് നീ മറന്നു പോകരുത്. ചെയ്ത ഉപകാരങ്ങൾ നീ മറന്നു പോകാതെ ഇന്ന് പകൽ ആത്മാവ് ചേർന്ന് അറിയപ്പെടുക.
அதிகாரமுள்ள கரம் இந்த பகல் நாங்கள் வியாபரிக்கிறது. வாக்குத்தத்தமுள்ளவன் தகர்க்கான், சத்துரு வெல்லுவிக்கும். வாக்குத்தத்தமுள்ளவன் தகர்க்கான், சத்துரு வெல்லுவிக்கும். நீ பாடப்படுகிறாய் இந்த பகற்கால பகற்கால வாக்குத்தத்தமுள்ளவனே, வாக்குத்தத்தமுள்ளவனே, நீ தகர்த்துவடைய சத்துரு பல தலைமையில் கூடி இந்த வானத்தில் போராடட்டும். இந்த பகற்கால தேவனுக்கு விரும்புகிற வாக்குத்தத்தமுள்ளவன் அவன் அற்புதங்களை பிரவர்த்திக்கிறவன். இதனால் தொழுகிற நம்மையோடு ஸ்தோத்திரம் செய்து இந்த கட்டப்பட்டு சில வாக்குத்தத்தங்கள் இந்த பகல் பிராமிச்சு மடங்குவார். அவருடைய உபகாரத்தை ஓர்த்து மடங்கி வருவார். பிரியமுள்ளவரே, நம்ம வேத ஓர்த்து கொண்டு மடங்கி வாழ்ந்தார். யெகோவாவின் சகல உபகாரங்களை ஓர்த்து கொண்டு மடங்கி வருவார். தெய்வத்துக்கு அற்புதமாக வெளிப்படுத்தலே. இந்த പകൽക്കാല ദൈവത്തിന്റെ വചനം പറയുന്നതുപോലെ നമ്മെ സ്തോത്രം ചെയ്യുന്നു. അവന്റെ ഉപകാരങ്ങൾ ഒന്നും നീ മറക്കരുത്. അവന്റെ ഉപകാരങ്ങൾ ഒന്നും നീ മറക്കരുത്. എന്താ പ്രിയമുള്ളവരെ, യഹോവ എത്ര വലിയവനെന്ന് അറിയാമോ? നീ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നന്നായി അറിയുന്ന ഒരു നല്ല കർത്താവിനകത്തുണ്ട്. ഓ, നീ സംസാരിക്കുന്നത് അറിയുന്ന ഒരു കർത്താവിനകത്തുണ്ട്. നീ അറിയുമ്പോൾ അടുത്തവരുടെ കർത്താവിനകത്തുണ്ട്. നീ അറിയുമ്പോൾ സ്പർശിക്കുന്ന ഒരു കർത്താവിനകത്തുണ്ട്. ഓ, കണ്ണിനെ വാർത്തതുപോലെ ഇന്ന് പലരെ കണ്ണിൽ വാങ്ങുവാൻ യേശുവിനകത്തുണ്ട്. ഈ ഏഴാമത്തെ പോലെ കാലം അവൻ യേശുവിന്റെ കണ്ണിൽ വാങ്ങുവാൻ പോവുകയാണ്. അവൻ മറിയയുടെ മാത്രം കണ്ണിൽ വാങ്ങുന്നത് പോലെ ഇന്ന് പ്രാർത്ഥിക്കുന്നവരായ മറിയയുടെ കണ്ണീര്, പ്രാർത്ഥിക്കുന്നവരായ കണ്ണീരിന്റെ മറുപടിയുമായി മറിയയുടെ മാത്രം കുടുംബത്തിൽ വന്നപ്പോൾ ഇന്ന് പകൽ ഈ ഭാരപ്പെടുത്ത ഇന്ന് പകൽ ഒരു ഉപകാരം ചെയ്തുകൊണ്ട് ഈ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്ത അന്യ ഭാഷയിൽ ആരാധിക്കും. ആ കണ്ടുകൊണ്ടത് പോട്ടത് ആ കുടുംബത്തിലൊന്ന് അറിയട്ടെ. ഇന്ന് പകൽക്കാല ഉപകാരം ചെയ്യുന്നവരകത്തുണ്ട്, ഉപകാരം ചെയ്യുന്നവരകത്തുണ്ട്, ഉപകാരം ചെയ്യുന്നവരകത്തുണ്ട്. ആ ബന്ധനങ്ങളെ പൊട്ടിവരുന്നു. വാഗ്ദത്തമുള്ളവരെ, വാഗ്ദത്തമുള്ളവരെ തൊടുക. ശത്രുവിന് അവകാശമില്ല. നിന്റെ വെളിപ്പാടുള്ളിടത്തോളം കാലം, ദർശനം കിടക്കുന്നിടത്തോളം കാലം നിന്നെ ഓടിക്കുവാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മ ഓർപ്പിക്കപ്പെട്ടവ. ഇന്ന് പകൽ സ്വർഗ്ഗീയ ദർശനത്തിന് ഓഹരിക്കാരായവരെ, ഉരുക്കി ഓഹരിക്കാരായവരെ, ദൈവാത്മ ഓർപ്പിക്കുന്ന ചെയ്യപ്പെട്ട ദർശനത്തിൽ ഒരാൾ ജീവിക്കുന്നു. അത് സമാധിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വർദ്ധിച്ച് അത് നന്നായി കാത്തിരിക്കുവാൻ പ്രവാചകൻ വെളിപ്പെടുത്തപ്പെട്ടതുപോലെ ഇന്ന് പകൽ പറയട്ടെ, സ്വർഗ്ഗീയ ദർശനത്തിന് ഓഹരിക്കാരായവരെ, ഒരു സ്വർഗ്ഗീയാത്മാവെ ദർശനത്തിൽ വെളിപ്പെടുകയാണ്. ഇന്നലെ പകലിൽ പ്രാപിക്കപ്പെട്ട ഈ ഏഴാമത്തെ പകലിൽ അവൻ വലിഞ്ഞു മുറുക്കുന്ന ചില ചരടുകളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ തീയാൽ അവരെ കത്തിച്ചു മാറ്റുന്ന ഒരു സ്വർഗ്ഗീയ വെളിപ്പാട് ഇന്ന് പകൽ വെളിപ്പെടുന്നതിനായി സമർപ്പിക്കുകയാണ്.
പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ഇന്ന് പകൽ ആ പാതാള ഗോപുരങ്ങളെ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ ലഭിച്ചു മാറുന്ന സ്വന്തം ചെയ്യുകയാണ്. ഭൂമി
അറിയപ്പെടും. അങ്ങനെ പകർച്ചയുടെ വ്യാപരിക്കപ്പെട്ടതുപോലെ ചില അഗ്നി വടക്കുന്നതും പഠിക്കാവുന്നതും ഇടക്കുന്നതും ദൈവത്തിന്റെ ആത്മാവിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതായി അതിയോടെ സ്തുതിക്കുന്നപ്പ ഒരു ദീനാമത്തിന്റെ കരകൾ ഇറങ്ങി വസിക്കുന്നവരാണ്. ചില കോട്ടകൾ പൊട്ടിമാറട്ടെ, ആത്മാവിന്റെ ദീനങ്ങൾ ദർശനങ്ങൾ വെളിപ്പെടട്ടെ, ആത്മാവിനകത്ത് വെളിപ്പെടട്ടെ, കൃപയുടെ വാതിൽ തുറക്കട്ടെ, കൃപയുടെ വാതിൽ തുറക്കട്ടെ. വചനം പറയുവാനുള്ള വെളിപ്പാട്, വചനം
இப்பொழுது வெளிப்பாடு அவரே மனித சக்தி அந்த நாவிலே வெளிப்படട്ടെ. ഓ പിതാവിന്റെ നാവിലെ വചനം കൊണ്ട് തൊട്ടപ്പോൾ നീതി കൊണ്ട് തൊട്ടപ്പോൾ നാവിൽ സംസാരിക്കപ്പെടുന്നത് ഇന്ന് ശക്തിയോട് യാതൊരുമാനവനവൻ അറിയണമല്ല നീതി അല്ലാതെ കിടപ്പാൻ കഴിയുന്ന ആത്മാവിനെ അടപ്പിപ്പോൾ എല്ലാം അടിച്ച ഇപ്പോൾ തന്നെ സകല ചരടുകളെ വെട്ടി ആത്മാവിനെ അടിച്ച് ഐശ്വര്യ ശക്തികളെ അടിച്ച് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ശക്തിയാണ് ദൈവത്തിന്റെ കരം ഇന്നലെ വരെ പ്രാപിക്കപ്പെടാത്ത ഒരഭിഷേകത്തിന്റെ നിലവ വലിഞ്ഞുകൊള്ളുന്ന രോഗശക്തികൾ കർത്താവ് പകൽ അടിക്കുകയാണ്. നാവിലെ കെട്ട് പൊട്ടി മാറട്ടെ, നാവിലെ കെട്ട് പൊട്ടി മാറട്ടപ്പാ, നാവിലെ കെട്ട് പൊട്ടി മാറട്ടെ, നാവിലെ കെട്ട് പൊട്ടി മാറട്ടെ. ശ്വാസത്തിൽ സമ്മതിക്കാതെ അവയെ ദേഹം മുഴുവൻ രോഗം വന്നിട്ട് നിന്നെ വെല്ലുവിളിച്ച് അശുദ്ധാത്മാവിനെ ഇന്നും പകൽ ആ ബന്ധനം അണിച്ച് ചില കുടുംബങ്ങളെ അണിച്ച് പകൽ ആത്മാവിൽ ഈ സൗഖ്യമുള്ളവരായി മാറട്ടെ. എന്റെ ദേവനെ തൊട്ടിട്ട് ആ ബന്ധനം അണിച്ച് ആ ബോധം അണിച്ച് സൗഖ്യമാക്കുന്ന ഒരു നിറവിന്റെ പകലത്തെ വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ പാവ ഇന്ന് പകൽ ചുറ്റപ്പെടേണ്ടതാണ്. ഏഴാം ദിനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അടച്ചതിന് എന്റെ കർത്താവ് അടിച്ചു മാറ്റുന്ന ഒരു നിറവിന്റെ പകലാകിയാൽ പാട്ടിന്റെ അനുഭവങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തത്താൽ ചെയ്യപ്പെടുന്നു. പ്രിയമാനവരെ തീർന്നവ അടക്കടങ്ങളിൽ മുറുകെ പിടിക്കുന്ന സകല ബന്ധനങ്ങൾ പ്രവർത്തന പുണ്യമാകട്ടെ. ജീവൻ അടുത്തു, ജീവൻ മതി എന്ന് അവസാനിച്ചു ഇവിടെ തീരട്ടെ എന്ന് പറഞ്ഞ് മൗനമായിരിക്കുന്ന അനുഭവങ്ങൾ എന്റെ കർത്താവിടെ തുടരുകയാണ്. ഇന്ന് പകൽ നിന്നെ വേരോടെ കുടുംബത്തോടെ നശിപ്പിച്ചു കളയുവാൻ ശത്രു എഴുതി വെച്ച രേഖ ഇന്ന് പകൽക്കാലം കർത്താവ് പൊട്ടിച്ച നിന്നെ സൗഖ്യമാക്കുന്ന ഒരു പകല. മരിക്കേണ്ടവളല്ല, നീ ജീവിക്കേണ്ടവളാണ്. നന്മകൾ കാണുവാൻ, നിന്റെ വെളിപ്പാടുകൾ കാണുവാൻ ദൈവത്തിന് സമയം വെളിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവേ പ്രിയദാസിനെ പിന്തുണയായിരിക്കണം. പണ്ടത്തെ പോലെ
സ്വർഗീയ വെളിപ്പാടിന്റെ പകരാകയാണ്. ഈ എണീക്കത്തും എണീക്കാതിരുപ്പാൻ എഴുതി വെച്ച ശത്രുവിന്റെ രേഖകള് ഇന്ന് പറയാതെ പൊട്ടിക്കുകയാണ്. നീ ആ വീടിനകത്ത് നീ പാർക്കത്തില്ലെന്ന്, ആ വീടിനകത്ത് നീ വസിക്കത്തില്ലെന്ന് ഇന്ന് വെല്ലുവിളിക്കുന്ന ചില പൂർവ്വദ്രവാദ ശക്തികളെ എന്റെ കർത്താവ് അടിച്ച നിന്നെ സൗഖ്യമാക്കുന്ന ഒരു പകരാകയാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഇന്ന് വലിയ തീരാണ് വെളിപ്പെട്ട് വലിയ ശക്തി ആവശ്യത്തിനായി സ്വന്തം ചെയ്യുന്നു. മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ അഭിഷേകത്തിന് തീയ എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ മാനസിക നിരാശകളും അഴിയട്ടെ. ദൈവം ശുശ്രൂഷകളെ നിവൃത്തിയോടെ ചെയ്യുവാൻ അധികാരം കൊടുക്കട്ടെ. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാവിന്റെ ഭാവം ഇന്ന് നടുവിൽ വ്യാപരിക്കപ്പെട്ട അകത്തലങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ തീനാളം ഇതിനകത്ത് വ്യാപരിക്കപ്പെടട്ടെ. അത് ഉൾക്കൊള്ളാൻ അറിയുള്ളതല്ല, രീതിയിട്ടല്ലാതെ നടപ്പാൻ കഴിയാത്ത നദി പ്രിയ മകളുടെ വ്യാപരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് തൊടട്ടെ, വെല്ലുവിളികൾ അഴിയട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ആഴം നടുവിൽ വ്യാപരിക്കപ്പെട്ട് അകത്തലങ്ങളിൽ ബന്ധിച്ചിരിക്കുന്ന പോരാട്ടങ്ങളെ യേശുവിൻ നാമത്തിൽ നീക്കിപ്പോകട്ടെ. സൗഖ്യമാക്കുന്നതായ ഉദരത്തിനകത്ത് അഴിഞ്ഞമാകും. നോക്കിയവരൊക്കെ അകന്നു പോയി, ഒതുക്കിനനുസരിച്ചവരൊക്കെ അകന്നു പോയി. പക്ഷേ നിന്നെ വിളിക്കുന്ന അഭിഷേകത്തിന്റെ പവറുള്ളത് മുന്നോക്കി നിർത്തിയേക്കുന്ന മാനസിക രോഗിയാകേണ്ട സ്ഥാനത്ത്, ഒരു മാനസിക രോഗിയാകേണ്ട സ്ഥാനത്ത് ദൈവത്തിനെ അവിടുന്ന് സ്വസ്ഥമാക്കി എത്രയോ അനുഗ്രഹമാണ്. ഇത്തരവരെ നീ കാണപ്പെടാത്ത ചില സ്വർഗീയ വെളിപ്പാടുകള് ആവശ്യമില്ല ചിന്തകൾ കൊണ്ടിട്ട് വിഭ്രാന്തികളെ കൊണ്ടിട്ട് ഈ ഭ്രാന്തികളെ കൊണ്ടിട്ട് പഴയതൊക്കെ ജൽപ്പനം ചൊല്ലി എന്നെ വെല്ലുവിളിക്കുന്ന ചില ഒരു വിടുതൽ ആവശ്യപ്പെടണമപ്പ, ഒരു ഉടമയുടെ കരം തുറക്കപ്പ. ഇന്ന് പകൽ നമ്മെ തന്നെ വിടാതെ പിന്തുടരുന്ന തന്നെ വിടാതെ പിന്തുടരുന്ന ചില അശുദ്ധ വ്യാപാരങ്ങൾ ഇന്ന് പകൽ അഴിയത്തപ്പ. ചില അശുദ്ധ വ്യാപാരങ്ങൾ അഴിയട്ടെ. ഒരിക്കലും വിട്ടുമാറത്തില്ലെന്ന് പിടിവാശിയോടുള്ള ദുർവ്യാപാരം അതിന് പകരം അഴിയട്ടപ്പ. അഭിഷേകത്തിന് തീരുന്ന വ്യാപരിക്കപ്പെട്ട വീടിനകത്ത് ഒരു വലിയ അഭിഷേക തീരക്കി വന്ന് ചില ദുരീകരിക്കുന്ന പകരങ്ങളാണ് ഇടംവല കെട്ടിവെച്ചിരിക്കുന്ന ചില മതവാദശാസ്ത്രങ്ങളാണ്. ഇന്ന് പകരങ്ങളിൽ രോഗിയായിരിക്കപ്പെടുകയാണ്. മാനസിക രോഗിയാകട്ടെ. ഒരു സ്വർഗീയ വെളിപ്പാടിനാണ് വയ്ക്കപ്പെടുകയാണ്. ഇന്ന് പകരക്കാല ചില വിടുതൽ വെളിപ്പെട്ട് വരേണ്ടതിന്, ദൈവിക ശുശ്രൂഷ വെളിപ്പെടേണ്ടതിന്
ദൈവിക അധികാരം വെളിപ്പെടേണ്ടതിന് അപ്പാ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രോഗബന്ധനമല്ല, നിന്നെ വല്ലാതെ തെറ്റിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, രോഗമുണ്ടെങ്കിൽ തോന്നിപ്പിക്കുന്ന, രോഗബന്ധനം തോന്നിപ്പിക്കുന്ന ചില ആന്തരിക ശക്തികളെ ഇന്ന് പകരാപ്പൻ അടിക്കുന്നു. ദൈവം തൊടുന്നു എന്ന് പറയുവാണ്. ഉദരത്തിനകത്ത് വലിഞ്ഞു നോക്കി വെച്ചിരിക്കുന്ന ചില ചരടിനെ എന്താ ദൈവമാണെന്ന് തൊട്ട് അത് അഴിച്ചു മാറ്റുന്ന ഒരു നല്ല പകലിനെ വെളിപ്പെടുത്തുകയാണ്. ഇതാ യഹോവയുടെ വരും ദിവസങ്ങളിൽ ഈ നന്മ കാണുമെന്ന് യഹോവയുടെ അരുളപ്പാട്, ഈ നന്മ കാണുമെന്ന് യഹോവയുടെ അരുളപ്പാട്. വിശ്വസിച്ച ഈ ദൈവമകത്ത് നീ കണ്ട പുറത്തു വരുന്ന പകലുകൾ വെളിപ്പെടാൻ പോകുന്നില്ല. അതിയോട് സ്തോത്രമില്ല. ചിലതിനെ പോലെ ഇതിനെ തൊണ്ട് അതിനെ അശുദ്ധ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുന്ന ദൈനംദിനമായ ജീവിതത്തിൽ വെല്ലുവിളിക്കുന്ന ചില ബോധങ്ങളെ അഴിച്ച ഇന്ന് പകരം മനസ്സിലാക്കിയാവുന്ന ഒരു നന്മ വെളിപ്പെടുവാനാണ് സ്തോത്രം. ഇന്ന് പകൽ ഉരുവാകട്ടെ വെളിപ്പെടട്ടെ. ഈ ഏഴാമത്തെ പകലിൽ ആ പ്രിയമകളെ ഉറവിടം ഒതുവിട്ടതിനായി, ചില നന്മയുടെ വാതിൽ ഉറവിട്ടതിനായി, അങ്ങയുടെ ഉറപ്പിച്ചതിനായി, അങ്ങയോട് സ്തോത്രം, വേറിട്ടതിനായി സ്തോത്രം, വേറിട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം. പട്ടണത്തിന് വേണ്ടി, ജാതികൾക്ക് വേണ്ടി, വംശങ്ങൾക്ക് വേണ്ടി കരയാനായ ഒരു സ്വർഗീയ വെളിപ്പാട് ഇതൊക്കെ വെളിപ്പെടുവാനാകണമേ. ചില പാതാള ഗോപുരങ്ങളെ അഴിച്ചിട്ട് ഇന്ന് മകൾ സ്വർഗത്തിലെ ഭൂമിക്ക് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിടുവാക്കപ്പെടട്ടെ. ഇത് പകലിൽ ദൈവത്തിന്റെ ആത്മാവിനെ പരിഗണിപ്പിക്കുന്ന ചില അക്ഷരത്തിന്റെ അധികാരത്തിൽ ശുശ്രൂഷയുണ്ട്. അകത്തളങ്ങളിൽ പൊട്ടിച്ചു മാറ്റാനുള്ള ചില ബന്ധനങ്ങൾ അടിച്ചു മാറ്റാനുള്ള സ്വർഗീയ ദർശനം ഇന്ന് പകലിൽ പറയപ്പെടുകയാണ്. വീടിന്റെ വലപ്പൊരു ഇടപ്പലം അവയെ വരക്കാത്ത രീതിയിൽ ബന്ധിച്ചു വച്ചിരിക്കുന്നത് ഇന്ന് പകലിൽ പ്രാർത്ഥിച്ച് അഴിച്ച ചില പോരുകളെ കണ്ടിച്ചു മാറ്റി പുറത്തു കൊണ്ടുവരുവാൻ ദൈവാത്മാവിടുന്നതായി സ്വപ്നം ചെയ്യുന്നവ എല്ലാത്തിന്റെ വീടുകളിൽ ഒരു നിറഭാവിക്കപ്പെടട്ടെ, അഭിഷേകിക്കപ്പെടട്ടെ, തീവ്രമായിരിക്കപ്പെടട്ടെ, ഒരു വിശുദ്ധാത്മാവിന്റെ പാപയായിരിക്കപ്പെടട്ടെ. ഇന്ന് പകലിന്റെ കർത്താവിന് തൊടുവാൻ അവന്റെ ഉപകാരങ്ങളെ മറക്കരുത്. 2025 ഒന്നാം മാസം മുതൽ ഈ 6 മാസം വരെ നിങ്ങൾ നടത്തിയൊരു കർത്താവ് എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ, ഓർത്ത് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് അവൻ സ്വസ്ഥം ചെയ്യുന്നു. അവൻ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ കാര്യമാണ്. അവൻ നിന്റെ അകത്യം ഒക്കെ മോചിപ്പിച്ച നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാണ്. ഹല്ലേലൂയ. നിന്റെ ഒരു രോഗമല്ല കേട്ടോ, നിന്റെ സകല രോഗങ്ങൾ, നീ രഹസ്യമായി സൂക്ഷിക്കുന്ന സകല രോഗത്തിൽ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 22-ലേക്ക് വരുമ്പോൾ ഒന്ന് വായിച്ചാൽ സ്തോത്രം. യെശയ്യാവ് 44. കർത്താവ് പറയുന്ന അകത്യങ്ങളൊക്കെ ഞാൻ നീതുന്നു, ഒന്നിച്ചിരിക്കുന്നു. വചനം പറയുകയാണ്, നിന്റെ പാപത്തെ ഞാൻ കാണുന്നല്ലേ മായ്ച്ചു കളയുന്നു, ഇത് എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്.
ഇവരുടെ ഹൃദയം അകത്യം മാറ്റിയിട്ട് പാപം മോചിപ്പിച്ചിട്ട് എങ്ങളിലേക്ക് അടുപ്പിച്ചിരിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, എന്നെ കാക്കുന്ന രാജാവിനകത്തുണ്ട്. യെശയ്യാ പ്രവാചക പുസ്തകം 53-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. 53:15 യെശയ്യാ 15 വായിച്ചോ. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ച അതിക്രമക്കാർക്കും വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. കർത്താവ് തന്നെ എത്ര അതിശയകരമായി നടത്തിക്കൊണ്ട് പോകുന്നത്. പുസ്തകങ്ങളിൽ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ, ശ്രേഷ്ഠമേറിയ അതിശയമായ പ്രവൃത്തികൾ കാണുമ്പോൾ ഇന്ന് മകൾക്കാരൻ പറയട്ടെ, എന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കാൻ എന്റെ കർത്താവ്. അതുകൊണ്ട് അമ്മ വചനം പറയുന്നത് നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. ഒരു തലവേദനയും ഒരു മുട്ടുവേദനയും ഒരു കാലുവേദനയും മാത്രമല്ലെന്ന്, നീ അനുഭവിക്കുന്ന സകല രോഗം കർത്താവ് നിന്നെ തൊടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നീ ഇതുവരെ അനുഭവിക്കാത്തൊരു വലിയ രോഗസൗഖ്യം കർത്താവ് നിന്നെ പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. അത് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദേവനും നോക്കിക്കോണെ, നിന്റെ യവനും കഴുകനെ പോലെ പുതിയ വരണം. എന്താ കഴുകൻ പുതിയ വരണം പറഞ്ഞാൽ അവൻ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് കഴുകൻ. അവനെ സ്തോത്രം ചെയ്യുന്നു. എത്ര ഉയരത്തിൽ പറന്നാലും ഈ ഭൂമിയിൽ അവയെ കാണുന്ന എത്ര ചെറിയ വസ്തുവായിരുന്നാലും അതിനെ വലുതായിട്ട് കാണാൻ കഴിയുന്ന ഒരു കഴിവുള്ള ജീവിയാണ്. എന്റെ പ്രകാരം പറയുന്നത് മാത്രമാണോ? അവയെ കഴുകന്റെ പ്രത്യേകതയുണ്ട്. അവൻ വർഷത്തിൽ ഒരിക്കൽ അവൻ ചിറക് പിടിക്കുന്ന ഒരു കാലവസമുണ്ട്. അമ്മേ ഹല്ലേലൂയ. അവൻ കൂടിനകത്തിരുന്നിട്ട് അവൻ എന്ത് ചെയ്യും? ചിറക് അവൻ പൊടിച്ചു കളയും. അമ്മേ ഹല്ലേലൂയ. പിന്നെ പറക്കാൻ പറ്റത്തില്ല. അവൻ പറന്നുയർന്നെങ്കിൽ മാത്രമേ ആഹാരം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ താൻ പറന്നുയരാൻ കഴിയാതെ വണ്ണം തനിക്ക് വളരെ പ്രധാനമായ ചിറകുകൾ അവൻ എന്ത് ചെയ്തു? പൊടിഞ്ഞു പോയി. ആമേൻ, സ്തോത്രം. അതിനുവേണ്ടി കാത്തിരിക്കുക. പുതിയ തൂവലുകൾ തിറങ്ങി വരാൻ, പുതിയ തൂവൽ കളിച്ചു വരുവാൻ വേണ്ടി അവൻ കൂടിനകത്ത് ഇങ്ങനെ വിശ്രമിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അതുവരെ ആഹാരം തന്റെ കൂട്ടുകക്ഷികൾ, കൂട്ടുപ്രവർത്തകർ കൊണ്ടുകൊടുത്ത് തൃപ്തി വരുത്തും. ആമേൻ, ആമേൻ. തന്റെ കഴുകനെ പോലെ ചിറക് പുതിയ വരുന്നവണ്ണം ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതിന് ഉപവാസവും പ്രാർത്ഥനയും ആമേൻ വല്ലപ്പോഴും ചെറുതൊക്കെ പൊഴിച്ച് കളഞ്ഞേച്ച് ആമേൻ ഇത് ആരാധിച്ച് പ്രാർത്ഥിച്ച പ്രാപിച്ച് പുറത്തു വരുമ്പോഴാണ് ഒരു ഉണർവിന്റെ പാഠ്യ അവതരിക്കപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം പറയട്ടെ, അവർ പുതുക്കം പ്രാപിക്കപ്പെടുക. ആമേൻ. കുറച്ച് നാൾ പറക്കാൻ പറ്റാതെ, കുറച്ച് നാൾ പറക്കാൻ പറ്റാതെ, കുറച്ച് നാൾ പറന്നു വരാൻ പറ്റാതെ അവൻ ഒരിടത്തായിരിക്കും. എന്തെന്നാൽ അവന്റെ പാപം കൊണ്ടല്ല, അവൻ ചിറക് പൊഴിയുന്ന ഒരു കാലഘട്ടമുണ്ട്. അവന്റെ പാപത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, അവൻ ചിറക് പൊഴിയുന്ന ഒരു കാലഘട്ടമുണ്ട്. അങ്ങനെ സ്തോത്രം. ആ ചിറക് വിളിച്ചു വരുന്നത് വരെ അവൻ വിശ്രമിക്കും. ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ നന്മ പ്രാപിക്കുന്നത് വരെ, അഭിഷേകം പ്രാപിക്കുന്നത് വരെ, നീ അനുഗ്രഹം കരുവിൽ എത്തുന്നത് വരെ എത്ര പേര് ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ തയ്യാറെടുക്കും. ഇന്ന് പകൽക്കാലം നമ്മളെത്തുമായിരിക്കുന്നുവെങ്കിലും അധികത്തിൽ കർത്താവിൽ സ്നേഹമുണ്ട്. വലിയവനാണ്, ചിലരെ തൊടാൻ പോകുന്ന പകലുകളാണ്. അതുകൊണ്ട് അത്ഭുതമാണ്. സമാധാനത്തിന്റെ പ്രഭുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി. ഈ ചിറകെല്ലാം വിളിച്ച് അവൻ തൂവെല്ലാം വിളിച്ച് പുറത്തു വരുമ്പോൾ അവന്റെ വായി കർത്താവ് കൊടുക്കും. നന്മ കൊണ്ട് തൃപ്തി വരുത്തും.
അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവം നിനക്ക് നന്മയുടെ വാതിൽ തുറന്നു വച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് കണ്ടുപിടിപ്പാൻ, എങ്ങനെയാണെന്ന് കണ്ടുപിടിപ്പാൻ തിരുവാതിരിപ്പാനാണ് ആഗ്രഹിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ മക്കളെ, മറ്റുള്ളവരെ ആരെയും നോക്കാതെ, മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ, മറ്റുള്ളവരുടെ ചിന്തകൾ കടന്നു വരാതെ, ഞാൻ എങ്ങനെയാണെന്ന് ഞാനത് പരിശോധിച്ചാൽ എനിക്കിത് ഉപകാരം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മനുഷ്യരൊക്കെ പറഞ്ഞോളട്ടെ, അവരെന്തൊക്കെ ചിന്തിച്ചു പോകട്ടെ, സ്തോത്രം ചെയ്യുന്നു എന്ന് പകൽക്കാലം പറയട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങൾ ചൊരിയപ്പെടാൻ സമയമെടുത്തിട്ടുണ്ട്. ആരാധിക്കുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ശ്രമിക്കുന്ന ആരായിരുന്നാലും ദൈവം തകർക്കും. സ്തോത്രം. എന്റെ വെളിപ്പാടിനെ, അവന്റെ നന്മയെ തകർത്ത് കളയാൻ, ഭാവിയെ കുളിച്ചു കളയാൻ ആർ ശ്രമിച്ചാലും അവൻ ശ്രമിക്കുന്നവർ പരാജയപ്പെട്ടു. ഇന്ന് പകർക്കാണ് പറയട്ടെ, ഈ കസരകൾ ശൂന്യമായിരിക്കുന്നത് അവൻ ദൈവം കണ്ടിട്ടാണ്, ദൈവം അറിഞ്ഞിട്ടാണ്. ഈ കസരകൾ ദൈവത്തിന്റെ ആത്മാവ് ജനങ്ങളുടെ ശക്തനാണ്. ഞാൻ കർത്താവിന്റെ കരകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 100 കസരകത്തുണ്ടെങ്കിൽ 100 കസരകളിലും ആത്മാവിനെ കൊണ്ടുവയ്ക്കാൻ കർത്താവ് ശക്തിയുണ്ട്. സ്തോത്രം ചെയ്യുന്നു. എന്തിനാ പിടിവാശി വെച്ചിരിക്കുന്നത്? അതിലൂടെ പിടിവാശി അല്ലേ, ദൈവത്തിന്റെ ആത്മാവുന്നോ എന്ന് പറഞ്ഞാൽ ഇതുവരെ മനുഷ്യന്റെ കേട്ടല്ല ദൈവത്തിന്റെ പ്രവർത്തനം സ്വർഗത്തിനൊപ്പം സംസാരിച്ചിട്ടാണ്. മനുഷ്യന്റെ വാക്കാണെങ്കിൽ എല്ലാം പരാജയപ്പെട്ടു പോയത്. പക്ഷെ ദൈവത്തിന്റെ വാക്ക് അന്ന് മുതൽ ഇന്ന് വരെയും പ്രവർത്തിക്കപ്പെടുന്നുണ്ട്. അതിന് മാറ്റമില്ല. ദൈവത്തിന്റെ വാക്കിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോകുവാനോ ഇടത്തോട്ടോ വലത്തോ തെറ്റിപ്പോകുവാനല്ല. യോശുവയെ അനുകരിച്ചതുപോലെ, യോസേഫിനെ മാറ്റിയതുപോലെ, മോശയെ അനുകരിച്ചതുപോലെ ദൈവത്തിന്റെ മാറിപ്പാൻ ശക്തനാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ വിട്ടുമാറാതെ, ഇടത്തോട്ടോ വലത്തോട്ടോ വിട്ടുമാറാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ അതുപോലെ അനുസരിക്കുന്നവരെ ഒന്ന് ക്ഷണിച്ചുടായ പാസ്റ്ററെ, ഒന്ന് ക്ഷണിച്ചുടായ പാസ്റ്ററെ, എല്ലാവരെയും ദൈവം ക്ഷണിക്കാതെ എനിക്ക് ക്ഷണിപ്പാൻ കഴിയില്ല. ദൈവത്തിന്റെ ആത്മ മന്ത്രിക്കുന്നത് എനിക്ക് പ്രവർത്തിപ്പാൻ കഴിയത്തുള്ളൂ എന്ന്. അത് ചെറിയവനായാലും വലിയവനായാലും അവൻ ഏത് വ്യക്തിയായാലും ദൈവത്തിന്റെ വാക്ക് അങ്ങനെ തന്നെയാണ്. മറുതലിക്കുന്നവരെ ഓർത്തുകൊള്ളു, അവൻ വിടിപ്പാനാരെ കാണുകയില്ല. അവൻ അതുകൊണ്ട് വേഗത്തിൽ പുറത്തെ ചെമ്മിപ്പിക്കുന്ന അതിനെ പഠിപ്പിക്കപ്പെട്ടത്. അവൻ മരണം വീടിനകത്ത് വന്ന് കയറാതെ, രോഗം വന്ന് കയറാതെ, മുട്ടുവിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനതയുള്ളവനാണ്, ബലഹീനതയുള്ളവളാണെന്ന് എത്ര പേര് സമർപ്പിച്ചു കൊടുക്കുമോ ഈ വീടിനകത്ത് ഒരു നവന്റെ ആത്മാവരെ വന്ന് പ്രവർത്തിക്കപ്പെടുന്നു. ശൂന്യതയുടെ അനുഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് 2025 ഗുണകളുടെ വർഷമാണ് എന്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിറവ് വെളിപ്പെട്ട് വരും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസഹാക്കിനെ ദൈവം തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടി അബ്രഹാമിനെ യാഗാർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്രഹാം യാഗാർപ്പിക്കപ്പെടും. അബ്രഹാമിനറിയാം എന്റെ തലമുറയെ അവൻ തുടർന്നില്ലെന്ന്, എന്റെ
അപ്പനാത്രിക നീതിയിൽ അപ്പനറിയാം, അദ്ദേഹത്തിന് അറിയാം. പക്ഷെ പറയട്ടെ, നീ ആൽപ്പിക്കപ്പെട്ടവരാണ്. യഹോവ അബ്രഹാമിന്റെ പിതാവ്, യാക്കോബിന്റെ പിതാവ്, അബ്രഹാമിന്റെ പിതാവ്, യാക്കോബിന്റെ പിതാവ്, ഇസ്ഹാക്കിന്റെ പിതാവ്, സകലത്തിന്റെ പിതാക്കന്മാരുടെ പേര് ദൈവത്തിന്റെ യാഗം പൊട്ടിച്ചിരിക്കുന്നു എന്ന് എന്റെ സ്വർഗ്ഗത്തിലാവുന്ന വെളിപ്പാടാണ്. വെളിപ്പാടാണ്. അതുകൊണ്ട് പൊട്ടിയിരിക്കുന്നു എന്ന് സ്വർഗ്ഗത്തിലാവുന്ന വെളിപ്പാടാണ്. ഈ വെളിപ്പാട് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അല്പമായി നിലത്തിപ്പോയി, പക്ഷെ ഉപകാരങ്ങൾ മറക്കരുത്. കൂടെ ആരാധിക്കുന്നവർ എത്ര വലിയ ചെറിയവനായാലും ആവരിക്കുന്ന ഒരേ ആത്മാവാണ്. ഓരോ ശക്തിയാണ്. സഹോദരനെ ശ്രദ്ധ എണ്ണുമ്പോഴാണ് അനേകം വെളിപ്പെടാൻ പോകുന്നത്. അന്നേക്കാൾ ശ്രദ്ധ എണ്ണുമ്പോഴാണ് അത്ഭുതം വെളിപ്പെടാൻ പോകുന്നത്. അപ്പുറം ദൈവം പ്രവർത്തിക്കത്തില്ല. അതിനപ്പുറം പ്രവർത്തിക്കാൻ ദൈവം നീതിയുള്ളവനല്ല, ദൈവം നീതിയുള്ളവനാ. നീ തന്നേക്കാൾ ശ്രദ്ധ നേടാൻ ഈ ഒരുക്കപ്പെടുന്നത് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനാണ്. ചില കോട്ടകളെ അടിക്കുന്ന ഒരു പകലാണ്, ചില ദുർഘടങ്ങളെ അടിക്കുന്ന ഒരു പകലാണ്. ഇപ്പൊ പകൽ കർത്താവിന്റെ വചനം എന്ന് പറയുന്നത് ജീവന്റെ വചനമാണ്. ഈ സമാപന പകലിൽ, ഉപവാസപ്രാർത്ഥന സമാപന പകലിൽ, സഭായോഗമധ്യേ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒത്തിരി പേരില്ലെങ്കിലും ഒരല്പമായെങ്കിലും ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നടത്തും. രാത്രിയിലെ നമ്മൾ മനസ്സ് സൂക്ഷിച്ച കാര്യമുണ്ട്. ഈ പ്രതീകങ്ങൾ വായിച്ചത് വേഗത്തിൽ ആ വാക്യം നിർദ്ദേശം ചെയ്തു. ഫറവോന്റെ പാനപാത്രം തൊട്ട് കഴിഞ്ഞ പോലെ വായിക്കാം. ദർശനമാണ്, പാനപാത്രം കൊണ്ട് ദർശനമാണ്. ഒരു വായിക്കാൻ വേണ്ടി കയറ്റി വായിക്കാം. ഞാൻ സ്വപ്നം കണ്ടു, എനിക്ക് വ്യാഖ്യാനിക്കാൻ ആരുമില്ലായിരുന്നു. യോസേഫ് അവനോട്, നീ ഭാരപ്പെടേണ്ട, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ, നീ യാതൊന്നുകൊണ്ട് പറ. കാരണം ഞാൻ വെളിപ്പാടുള്ളവനാണ്. അവനറിയാം അവന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. കാരണം അവന്റെ സ്വപ്നം ചെറുതല്ല, അവന്റെ സ്വപ്നം വലുതായിരുന്നു. അതുകൊണ്ട് കുഞ്ഞി എന്ത് സ്വപ്നം നീ പറ, അത് ഞാൻ വ്യാഖ്യാനിക്കാം, പറ. അപ്പോൾ പ്രമാണി ഭാരവാഹ പ്രമാണി ആ സ്വപ്നം വ്യാഖ്യാനിച്ചു പറഞ്ഞത്, എന്റെ സ്വപ്നത്തിലിതാ എന്റെ മുമ്പിലൊരു മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളിയിൽ 3 കൊമ്പ്, ഒരു മുന്തിരിവള്ളിക്കകത്ത് 3 കൊമ്പുകൾ, അത് തളർത്തു പൂത്തു, കുലകളിൽ മുന്തിരിങ്ങ പഴുത്ത്. പിഴിഞ്ഞു, കൈ കൊടുത്തു. യോസേഫ് പറഞ്ഞത് അനർത്ഥമിതാകുന്നു, 3 കൊമ്പ്, 3 ദിവസം. അവൻ 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്ത് ഈ ഒരു വള്ളിയിൽ 3 കൊമ്പ്, അത് 3 ദിവസം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അവൻ ഫറവോൻ നിന്നെ കടാക്ഷിച്ചിട്ട് പണ്ടത്തെ സ്തുതി ഭൂമിനെ കടാക്ഷിച്ചിരുത്ത കഴിവുള്ള കർത്താവാണ്. അടുത്ത പണ്ടത്തെ പോലെ
അമ്മ നീ വീണ്ടും ചെയ്യും. അതുപോലെ പാനപാത്രം കൊടുക്കും. അമ്മ ജോലി നഷ്ടപ്പെട്ടു പോയ പാനപാത്രത്തിന് ഒരു ദർശനം, ഒരു സ്വപ്നക്കാരൻ യോസേഫ് ഉള്ളപ്പോഴേ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം ആർക്കും വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റാതെ. എന്നാൽ യോസേഫ് നീ പേടിക്കേണ്ട, എന്നെക്കാൾ ഒരു സ്വപ്നം എന്റെ കിടക്കും. ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അതിനുവേണ്ടിയുണ്ട് വരുന്ന 3 ദിവസത്തിലാണ് അടുത്ത 3 ദിവസം നീ പഴയതുപോലെ നിന്നെ യഥാസ്ഥാനത്താക്കാൻ രാജാവ് പ്രകാശിക്കും. ഇന്ന് പകൽക്കാലം പറയട്ടെ, രാജാവ് പ്രകാശിക്കുവാൻ ഇന്ന് പകൽ നീ ഫലമേൽപ്പിച്ചു കൊടുക്കാൻ അപ്പ എന്നെ നീ ബലപ്പെടുത്തണം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. യോസേഫിന്റെ ദർശനം ചെറുതല്ലായിരുന്നു. ആമേൻ. ചുമ്മാതെ ഒരു കട്ടിലിൽ പാനം നമസ്കരിക്കുന്നു സംഭവം ചെയ്തു. പക്ഷെ ഇതിനകത്ത് കിടന്ന സംഭവങ്ങൾ ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് ഈ ഭാരപ്പെടേണ്ട. ദർശനമുള്ളവരെ കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ്. ദർശനത്തെ ആർക്കും ഓടാൻ പറ്റത്തില്ല. എനിക്ക് യോസേഫിന്റെ ദിവസം കൊണ്ടാണ് ഞാൻ പോയേ. പക്ഷേ യോസേഫിന്റെ ദർശനം സ്വപ്നമൊന്നും വൃതാവല്ലായിരുന്നു. ആ സ്വപ്നം പട്ടുപോയില്ല, പൊട്ടക്കെട്ടിന് താഴ്ത്തായി പോയി. പൊട്ടക്കെട്ടിനകത്ത് എടുത്ത് അവൻ പോത്തീഫറിന്റെ ഭവനത്തിൽ കൊണ്ടുവന്നു. അവിടെ കൊടുത്തു. അവൻ അവിടെ വളർന്നു. അവനകത്ത് വിഷയത്തിന് വേണ്ടി പോത്തീഫറിന്റെ ഭാര്യ കടന്നു പിടിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യോസേഫ് ദൈവകൃപയുള്ളവനാകുവാൻ വീണ്ടും കൂടി സ്തോത്രം ഓടി സ്തോത്രം ചെയ്യുന്നു. അവനെ പിടിച്ചെല്ലാം അകത്തിട്ടു. വസ്ത്രമായിരിക്കുക ഒത്തിരി ഭാര്യ